38 വർഷങ്ങൾക്ക് ശേഷം ഒരു മകൻ തൻ്റെ പ്രിയപ്പെട്ട പോറ്റമ്മയെ തേടിയെത്തിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിൽ അച്ഛനോടൊപ്പം താമസിച്ചിരുന്ന ഒരു കൊച്ചു ഫ്രഞ്ചുകാരൻ പയ്യനുണ്ടായിരുന്നു. സ്വന്തം അമ്മയെപ്പോലെ അവനെ ഊട്ടിയും ഉറക്കിയും കൂടെ കളിച്ചും സ്നേഹം വാരി വിതറിയ ഒരു കെയർ ടേക്കർ അവനുണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ്റെ ജോലി കഴിഞ്ഞ് അവർ ഫ്രാൻസിലേക്ക് മടങ്ങിയതോടെ ആ ബന്ധം മുറിഞ്ഞു. ഫോണോ സോഷ്യൽ മീഡിയയോ ഇല്ലാത്ത ആ കാലത്ത് അവർ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പക്ഷേ കാലമെത്ര കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും ആ സ്നേഹം മാഞ്ഞുപോയില്ല. ഒടുവിൽ നീണ്ട 38 വർഷങ്ങൾക്ക് ശേഷം തന്നെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത ആ പ്രിയപ്പെട്ട നാനിയെ കണ്ടെത്താൻ മാത്രം അയാൾ ഫ്രാൻസിൽ നിന്നും വീണ്ടും ഐവറി കോസ്റ്റിലേക്ക് പറന്നെത്തി. ഒടുവിൽ ഏറെ തിരച്ചിലുകൾക്ക് ശേഷം അയാൾ അവരെ കണ്ടെത്തി. 38 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ പരസ്പരം കണ്ടുമുട്ടിയ നിമിഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് അവർ കണ്ണീരണിയുമ്പോൾ അവിടെ തോറ്റത് കാലവും ദൂരവുമായിരുന്നു. നൽകിയ സ്നേഹത്തിന് പകരമാകില്ലെങ്കിലും തൻ്റെ അഗാധമായ സ്നേഹവും നന്ദിയും അറിയിക്കാൻ അയാൾ അവർക്ക് 10 മില്യൺ ഫ്രാങ്ക് സമ്മാനമായി നൽകി. ഒപ്പം ശിഷ്ടകാലം സുഖമായി ജീവിക്കാൻ എല്ലാ മാസവും ഒരു നിശ്ചിത തുകയും ഉറപ്പാക്കി. സ്നേഹം സത്യമാണെങ്കിൽ കാലത്തിനും ദൂരത്തിനും അതിനെ മായ്ച്ചു കളയാനാകില്ല എന്നതിന് ഇതിലും വലിയ എന്ത് തെളിവ് വേണം?